വാർത്തകൾ തുടരുന്നു. ബാലസംഘത്തിന്റെ വേനൽ തുമ്പികൾ മെയ് 2 മുതൽ 7 വരെ തൃത്താല ഏരിയയിൽ പര്യടനം നടത്തും. മുടവന്നൂരിൽ നടക്കുന്ന പരിശീലനം 3 നാൾ പിന്നിട്ടു. തൃത്താലയിൽ വേനൽ തുമ്പി പരിശീലനം മുടവന്നൂരിൽ പുരോഗമിക്കുന്നു. ഏപ്രിൽ 28-നാണ് ക്യാമ്പ് ആരംഭിച്ചത്. മെയ് 2-ന് കലാജാഥയുടെ ഉദ്ഘാടനം ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. നാരായണദാസ് വേനൽ തുമ്പി കലാകാരന്മാർക്ക് ഉപഹാരം നൽകും. മെയ് 4 മുതൽ 8 വരെ കലാജാഥ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. തൃത്താല ബ്ലോക്കിലെ ഓരോ പഞ്ചായത്തിലും 2 വീതം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകുക. ക്യാമ്പിൽ സി സച്ചിദാനന്ദൻ, നയന, വി ടി ശോഭന, സുരേഷ് മള്ളം, സ്റ്റാലിൻ എന്നിവർ പരിശീലകരാണ്. ക്യാമ്പിന് ബാലസംഘം ഏരിയ കൺവീനർ രാജൻ മാസ്റ്റർ, പഞ്ചായത്ത് കൺവീനർ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി വരുന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെയ് 1-ന് രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. ഇതിന് ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും ചെയ്യുന്ന ഒരു വട്ടം കൂടി എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ആദ്യ പരിപാടിയായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത്. മെയ് 1-ന് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. സംഗമത്തിനു ശേഷം പരിപാടിയിൽ വെച്ച് പൂർവ്വ അധ്യാപകരെ ആദരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുചർച്ച, പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരണം തുടങ്ങിയവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ യു അജയകുമാർ, NP ഷാഹുൽ ഹമീദ്, MB കിഷോർ മാസ്റ്റർ, A പാത്തുമ്മക്കുട്ടി ടീച്ചർ, AT ശശി തുടങ്ങിയവർ അറിയിച്ചു. അറിയാം, കൊപ്പത്തെ ഒരു 10,000-കണക്കിന് കുട്ടികൾ പഠിച്ചു പോയ വിദ്യാലയമാണ് GVHFF കൊപ്പം. പണ്ട് ഉള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് ഹൈസ്കൂളിൽ സംഭവിച്ചിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ഏജൻസികളുടെ നിരവധിയായ ഫണ്ടുകൾ കൊപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ, അങ്ങനെ നമ്മുടെ പൊതുസമൂഹവും അതുപോലെ തന്നെ സർക്കാർ ഏജൻസികളും ത്രിതല പഞ്ചായത്തുകളും ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിനാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഈ സംഘടനയുടെ ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുമ്പോൾ പ്രധാനമായും നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക, അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുവെ അറിയാം, നമുക്ക് എയ്ഡഡ് സർക്കാർ മേഖലയോട് ഒരു പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം പൊതുവെ നമ്മുടെ രക്ഷിതാക്കളും സമൂഹവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കേരളത്തിൽ എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയും, ഇത്തരത്തിലുള്ള സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ജനാധിപത്യപരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ PTA പോലുള്ള ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഇവയൊക്കെ തന്നെ ഫലപ്രദമായി ഇടപെട്ടാൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഒട്ടും പുറകിലല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതും കൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക. വരുന്ന തലമുറയെങ്കിലും ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. പട്ടാമ്പി നഗരസഭയിലെ ശുദ്ധജല വിതരണ പദ്ധതികൾ അടച്ചുപൂട്ടിയതിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധിച്ചു. നഗരസഭയുടെ അനാസ്ഥയാണ് അടച്ചുപൂട്ടലിന് കാരണമെന്ന് യോഗം കുറ്റപ്പെടുത്തി. ഒരു സ്ഥിരം തടയണ നിർമ്മിക്കാൻ ശ്രമം നടത്താത്ത നഗരസഭ വെള്ളം നൽകിയില്ലെങ്കിലും വെള്ളം കുടിപ്പിക്കുന്ന ബില്ല് നൽകുന്നുണ്ടെന്നും ആരോപിച്ചു. ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം ഉടൻ തുടങ്ങണമെന്നും P. സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. KP ഹമീദ്, V. സൈഫുദ്ദീൻ, P. ബഷീർ, P. റിയാസ്, KM സലാം എന്നിവർ സംസാരിച്ചു. എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ 6ാം സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മെയ് 1-ന് തിങ്കളാഴ്ച രാവിലെ 7:30-ക്ക് ഹരിസേവ പൂജയും 11 മണിക്ക് സമ്മേളന ഉദ്ഘാടനവും നടക്കും. എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ 6ാമത് സംസ്ഥാന സമ്മേളനവും വേദമന്ത്ര പഠന ശിബിരത്തിന്റെ സമാപന യോഗവും മെയ് 1-ന് തിങ്കളാഴ്ച അണ്ടലാടിയിലുള്ള ആസ്ഥാന മന്ദിരത്ത് വെച്ച് നടക്കും. കാലത്ത് 7:30 മണി മുതൽ ഹരിസേവ പൂജ നടക്കും. വൈദികൻ ദേവരാജൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ ബ്രാഹ്മണ ഫെഡറേഷൻ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജ്യോതി നിർവഹിക്കും. ഈ വർഷത്തെ എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ 6ാമത് സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുപ്പും വേദമന്ത്ര പഠനത്തിന്റെ സമാപന യോഗവും 2017 മെയ് 1-ാം തീയതി പട്ടാമ്പി അണ്ടലാടി KRK നഗറിൽ വെച്ച് നടത്തുന്നതാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബ്രാഹ്മണ
ഫെഡറേഷൻ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജ്യോതിയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേമസഭയുടെ പ്രസിഡന്റ് ജയം ഉണ്ണി എമ്പ്രാന്തിരിയാണ്. അതോടൊപ്പം തന്നെ പുതിയ കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നായി 400ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരവ് ചെലവ് കണക്ക് അവതരണം, പൊതുചർച്ച, ബഡ്ജറ്റ് അവതരണം, തെരഞ്ഞെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ഭാരവാഹികളായ ക്ഷേമസഭാ പ്രസിഡന്റ് ജയം ഉണ്ണി നമ്പൂതിരി, ജോയിന്റ് സെക്രട്ടറി ശ്രീനാഥ് പുതുമന, നാരായണൻ എമ്പ്രാന്തിരി മമ്മാവ്, പുഷ്പചന്ദ്രൻ നടുവട്ടം, ഹരി എമ്പ്രാന്തിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരേ ലക്ഷ്യത്തോടെ രണ്ട് സംഘടന ഒന്നിച്ചു ചേരുക എന്ന ഉദ്ദേശത്തോടെയാണ് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുന്നേ എമ്പ്രാന്തിരി ക്ഷേമസഭ ഉണ്ടായത്. എമ്പ്രാന്തിരി സമാജവും വൈദിക ട്രസ്റ്റും 2 സംഘടനകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് എമ്പ്രാന്തിരി ക്ഷേമസഭ ഉണ്ടായത്. അപ്പോൾ ഈ 6 വർഷങ്ങളല്ല നമ്മുടെ സംഘടനയുടെ പാരമ്പര്യം. ഈ സംഘടനയുടെ പാരമ്പര്യമാണ് 6ാമത്തെ വർഷം. ഈ 6ാമത്തെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പ്രദീപ് ജ്യോതിയാണ്. ഇദ്ദേഹം ആൾ ഇന്ത്യ ബ്രാഹ്മണ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയും പുഷ്പ സമാജത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമാണ്, കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റുമാണ്. അപ്പോൾ ഈ ഒരു സംഘടനയുടെ ഇത്തരമൊരു സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ സാമുദായിക സംഘടനകളൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. തട്ടാൻ സർവീസ് സൊസൈറ്റി പട്ടാമ്പി യൂണിറ്റ് 12ാം വാർഷികവും കുടുംബസംഗമവും വിശ്വകർമ്മ ഭവൻ ഉദ്ഘാടനവും മെയ് 28-ന് നടത്തും. PK സുബ്രഹ്മണ്യൻ ചെയർമാനായും C ജയപ്രകാശ് കൺവീനറായും സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം ഉദ്ഘോഷിച്ച് സംസ്ഥാന തലത്തിൽ നടന്ന സന്ദേശയാത്ര പട്ടാമ്പിയിൽ സമാപിച്ചു. തീവ്ര ആത്മീയ ചിന്തകളുടെ സ്വാധീനം ആപൽക്കരമെന്ന് ISM. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് നിവാസികൾ പൂർത്തിയാവാത്ത കുടിവെള്ള പദ്ധതിക്കും റോഡ് നവീകരണത്തിനും വേണ്ടി സമരത്തിന് ഒരുങ്ങുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് പ്രദേശത്ത് പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ നീക്കം. നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ കൂത്തുതാലപ്പൊലി ആഘോഷിച്ചു. വാദ്യസംഗീതങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂത്തുനാടകത്തിന് തിരശ്ശീല വീണു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.